റോബോട്ടിക് ശസ്ത്രക്രിയയിൽ ഓപ്പൺ ശസ്ത്രക്രിയയുടെയും താക്കോൽ ദ്വാരത്തിൻ്റെയും നല്ല വശങ്ങൾ കിട്ടുകയും അതിൻ്റെ മോശം വശങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയയാണ് റോബോട്ടിക് ശസ്ത്രക്രിയ. പ്രത്യേകിച്ചും ശരീരത്തിൻ്റെ ഡീപ്പ് സീറ്റഡ് ആയിട്ടുള്ള ഉൾഭാഗങ്ങളിലുള്ള ആന്തരിക അവയവങ്ങൾ. അങ്ങനെയുള്ളൊരു അവയവമാണ് യൂട്രസ്. നമുക്കറിയാം പെൽവിക് അനാറ്റമി എന്ന് പറയുന്നത് യൂട്രസ് ഉണ്ട്, അതിന് മുൻഭാഗത്തായിട്ട് മൂത്രസഞ്ചിയുണ്ട്, അതിൻ്റെ പുറകുവശത്തായിട്ട് മലാശയമുണ്ട്. രണ്ട് വശത്തോടെയും കിഡ്നിയിൽ നിന്നും യൂറിൻ കൊണ്ടുവരുന്ന യൂറിറ്റർ ട്യൂബും ഉണ്ട്. ഇതെല്ലാം തിങ്ങി നിൽക്കുന്ന ഒരു അനാറ്റമി ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കൃത്യതയോടുള്ള സർജറി ചെയ്യുകയാണെങ്കിൽ പേഷ്യൻറ്റിന് ലോങ് ടേമിൽ വളരെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഒന്നാമതായിട്ട് വലിയൊരു മുറിവ്, സാധാരണ ഇതിൽ ഓപ്പൺ സർജറി ചെയ്യുമ്പോൾ പൊക്കിൾ തൊട്ട് താഴെ അല്ലെങ്കിൽ പൊക്കിളിൻ്റെ മുകളിൽ നിന്ന് തൊട്ട് താഴെ വരെ നെടുകയുള്ളൊരു മുറിവായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഒഴിവാക്കാൻ പറ്റും. ഈ മുറിവ് ഉണ്ടാകുമ്പോൾ തന്നെ രോഗിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള വേദന കൂടുതലായിരിക്കും, ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ദിവസങ്ങൾ കൂടുതലായിരിക്കും, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് രോഗവിമുക്തി നേടി ജോലിക്ക് തിരികെ പോകുന്നത് വളരെ വൈകിയായിരിക്കും. ഈ മുറിവിന് എപ്പോഴും ഒരു ഹെർണിയയുടെ ഒരു പ്രോബ്ലം ഉണ്ട്. നമുക്ക് റോബോട്ടിക് സർജറിയിൽ വളരെ പ്രെസിഷൻ സർജറി ആയതുകൊണ്ട് തന്നെ ചെറിയ നേരിയ നെർവുകളുണ്ട് അവിടെ, ഞരമ്പുകൾ. ആ ഞരമ്പുകൾക്കൊന്നും ക്ഷതം ഇല്ലാതെ ഓപ്പറേഷൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ലോങ് ടേമിൽ പല കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്.